all, welcome to Study with PSC 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2022 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇന്നിവിടെ 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ 10ാമത്തെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 9 ചോദ്യപേപ്പറുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതും കൂടെ എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ഡി, ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഹൃദയരാഗങ്ങൾ. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ബി, ടി.പി. ഔസേപ്പ്. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ടി.പി. ഔസേപ്പിന്. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി OM നമ്പ്യാരാണ്. അതും കൂടി ഓർത്ത് വെക്കുക. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി OM നമ്പ്യാർ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം? ഓപ്ഷൻ സി, ജഡായു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം ജഡായു ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമായ ജഡായു സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ലോകത്ത് ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം? ഓപ്ഷൻ ബി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്ത് ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി? ഇപ്പോൾ നിലവിൽ PC വിഷ്ണുനാഥാണ്. PC വിഷ്ണുനാഥ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ്. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ? MR ബൈജു ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, MR ബൈജു. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കണം കേട്ടോ. നമ്മൾ PSC എക്സാം അല്ലേ എഴുതുന്നത്. അപ്പം നമ്മുടെ നിലവിലെ കേരള PSCയുടെ ചെയർമാനെ അറിഞ്ഞിരിക്കണം. ആരാണ്? ഡോക്ടർ MR ബൈജു. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി, 13. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? 13. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ഓപ്ഷൻ സി, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഓപ്ഷൻ ഡി, മറ്റുള്ളവ. ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? മറ്റുള്ളവ. അതായത് മൃഗസംരക്ഷണം. വംശനാശ ഭീഷണി നേരിട്ടിരുന്ന വെച്ചൂർ പശുക്കളെ സംരക്ഷിക്കുന്നതിൽ നൽകിയ മികച്ച സംഭാവനകൾക്കാണ് 2022 ഡോക്ടർ ശോശാമ്മ ഐപ്പിന് പത്മശ്രീ ലഭിച്ചത് കേട്ടോ. ഈ മറ്റുള്ളവ, പത്മശ്രീ വിഭാഗത്തിലെ മറ്റുള്ളവ എന്ന് പറയുമ്പോൾ അവിടെ മൃഗസംരക്ഷണം, കൃഷി ഇതൊക്കെ വരും. ഓക്കെ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? ഓപ്ഷൻ എ, 2002. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? 2002. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി, അലൂമിനിയം, സിലിക്ക. ഭൂമിയുടെ
വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? അലൂമിനിയം, സിലിക്ക. ഇത് സിയാൽ എന്നറിയപ്പെടുന്നുണ്ട്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ അലൂമിനിയം, സിലിക്കയാണ്. ഇത് അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. സിയാൽ എന്നറിയപ്പെടും. ഒരു കാര്യം കൂടി ഇവിടെ ഓർത്ത് വെക്കുക. ഭൂമിയുടെ സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ സിലിക്കയും മഗ്നീഷ്യവും ആണ്. ഭൂമിയുടെ സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ സിലിക്കയും മഗ്നീഷ്യവും ആണ്. ഇത് സിമ എന്നറിയപ്പെടും. സിയാലും സിമയും PSC പരീക്ഷകൾ എപ്പോഴും ചോദിക്കാറുണ്ട്, കൺഫ്യൂഷനും ആവാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. ഒന്നുകൂടി പറയാം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് സിലിക്കയും അലൂമിനിയവും. അതറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. സിയാൽ. ഭൂമിയുടെ സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് സിലിക്കയും മഗ്നീഷ്യവും. അത് സിമ എന്നാണ് അറിയപ്പെടുന്നത്. സിമ. ഓക്കെ. അപ്പം വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും തമ്മിൽ മാറിപ്പോകരുത്. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിലിക്കയും അലൂമിനിയവും സിയാല്. സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിമ, സിലിക്കയും മഗ്നീഷ്യവും. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത്? ഓപ്ഷൻ സി ബസാൾട്ട്. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ബസാൾട്ട് ആഗ്നേയശിലയാണ്. ബസാൾട്ട് ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. അതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞേക്കാം. BSc എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന്? ഡിസംബർ 5 ലോക മണ്ണ് ദിനം ഡിസംബർ 5 കേട്ടോ. അത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം? ഓപ്ഷൻ ഡി ബി ആൻഡ് സി. അറ്റ്ലസ്, ആൽപ്സ്. താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം അറ്റ്ലസ്, ആൽപ്സ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ്? ഓപ്ഷൻ എ മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം? ഓപ്ഷൻ എ UP, ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്, UP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. ഓർത്തു വെക്കുക, ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം UP, ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഓക്കെ. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ സി നഗരം. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് നഗരം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം? ഓപ്ഷൻ ഡി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല? ഓപ്ഷൻ ബി പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി ലഡാക്ക് സസ്കർ. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ലഡാക്ക് സസ്കർ. താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? ഓപ്ഷൻ ഡി വില്യം III. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? വില്യം III. അതായത് 1689 പ്രശസ്തമായ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് അന്നത്തെ ഭരണാധികാരികളായ വില്യം III മേരി രാജ്ഞിയുമാണ്. ഓർത്തു വെച്ചോണം. 1689 പ്രശസ്തമായ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്, അതായത് അവകാശ പത്രികയിൽ ഒപ്പുവെച്ചത് അന്നത്തെ ഭരണാധികാരികളായ വില്യം III മേരി രാജ്ഞിയുമാണ്. ഓക്കെ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. ഓർത്തു വെച്ചോണം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. അതുപോലെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. അതായത് കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ രാജ്കുമാർ ഗോയലാണ്. കേന്ദ്രത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ഓർത്തു വെക്കുക. ഇന്ത്യയിലെ, അതായത് കേന്ദ്രത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയായിരുന്നു. അപ്പം എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ പഠിച്ചല്ലേ. അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. അതുപോലെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ, അതായത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ രാജ്കുമാർ ഗോയലാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. ഓക്കെ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്? ഓപ്ഷൻ സി 450 × 300 mm, അതായത് മില്ലിമീറ്റർ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 450 × 300 മില്ലിമീറ്റർ. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? ഓപ്ഷൻ എ 28(1) പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? 28(1). സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ ബി 293. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? 293. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 292 അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പിനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 292. ഓർത്തു വെക്കുക. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 293. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 292. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി?
ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. ഓർത്തു വെക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. ഓർത്തു വെക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക് ആണ്. ഓക്കെ, വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? ഓപ്ഷൻ എ 8. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? 8. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാകുന്നു? ഓപ്ഷൻ സി അമേരിക്ക. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത്. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസനം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ ഡി 1989 നവംബർ 20. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? 1989 നവംബർ 20. ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനമായി ആചരിക്കുന്നത്. നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനമാണ്. അതായത് ഈ പ്രമേയം 1989 നവംബർ 20 അവതരിപ്പിച്ചത് കൊണ്ടാണ് ഈ നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. ഓർത്തു വെച്ചോണം, അന്താരാഷ്ട്ര ശിശുദിനം നവംബർ 20 കേട്ടോ. നവംബർ 20 അന്താരാഷ്ട്ര ശിശുദിനം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഓപ്ഷൻ എ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങുന്നതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ സി 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885. 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഓർത്തു വച്ചോണം, 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1885. എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ് കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാർ. 1917 ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം കേട്ടോ. 1917 ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഈ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്യ പ്രമേയം പാസാക്കിയത് കേട്ടോ. 1929 ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്യ പ്രമേയം പാസാക്കിയത്. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ഫസൽ അലി. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി. 1953 നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. എൻ കുൻസ്രു, KM പണിക്കർ എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. അപ്പം ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി. അതിലെ അംഗങ്ങളായിരുന്നു എൻ കുൻസ്രുവും KM പണിക്കരും. എൻ കുൻസ്രുവും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഓർത്തു വെക്കുക, സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി. അതായത് 1953 നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. എൻ കുൻസ്രുവും KM പണിക്കർ എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരായിരുന്നു? ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരായിരുന്നു? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? 1905 കേട്ടോ. ബംഗാൾ വിഭജനം നടന്നിരിക്കുന്നത് 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരായിരുന്നു? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 അത് ഹാർഡിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 വൈസ്രോയ് ആരായിരുന്നു? ഹാർഡിഞ്ച് രണ്ടാമൻ. ഓർത്തു വെക്കുക ഈ പോയിന്റ്സ് എല്ലാം. ഏതൊക്കെയാണ്? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരായിരുന്നു? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയ് ആരായിരുന്നു? ഹാർഡിഞ്ച് രണ്ടാമൻ. അതുപോലെ ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? 1905. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം 1911. ഓക്കെ. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ ബി കാൺപൂർ. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ എ റാണി ഝാൻസി റെജിമെന്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? റാണി ഝാൻസി റെജിമെന്റ്. ഇതിന്റെ തലവൻ മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു കേട്ടോ. ഈ റാണി ഝാൻസി റെജിമെന്റിന്റെ തലവൻ മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. അതും കൂടി ഓർത്ത് വെച്ചോണേ, പി സി എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? റാണി ഝാൻസി റെജിമെന്റ്. ഇതിന്റെ തലവൻ മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ ബി രാജ്മഹൽ കുന്നുകൾ. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? രാജ്മഹൽ കുന്നുകൾ. സന്താൾ കലാപം 1855-56 കാലഘട്ടത്തിലാണ് നടന്നത് കേട്ടോ. സന്താൾ കലാപം നടന്നിരിക്കുന്നത് 1855-1856 കാലഘട്ടത്തിലാണ്. അതുപോലെ സന്താൾ കലാപം നടന്നിരിക്കുന്നത് സിദ്ധു കാനു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്താൾ കലാപം നടന്നിരുന്നത്. ഈ രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് കേട്ടോ. രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. സന്താൾ കലാപം നടന്ന കാലഘട്ടം 1855-1856 കാലഘട്ടത്തിലാണ്. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കാനു എന്നിവർ. ഓക്കെ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഓപ്ഷൻ ഡി മറാത്ത.
ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? മറാത്ത. ബാലഗംഗാധര തിലകന്റെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് മറാത്തേം കേസരിയും. ഓർത്തു വെച്ചോണേ, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രങ്ങളാണ് മറാത്തേം കേസരി. മറാത്ത കേസരി. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ എന്ന് വെച്ചാൽ റഷ്യയാണേ. അതുപോലെ ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി കബനി. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് ഉള്ളത്: കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളേ ഉള്ളൂ. അത് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. ഈ 44 നദികളിൽ 3 കിഴക്കോട്ടൊഴുകും, 41 പടിഞ്ഞാറോട്ടൊഴുകും. ഓർത്തു വെച്ചോണേ, കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. അതിൽ 3 കിഴക്കോട്ടൊഴുകുന്നുണ്ട്, 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ എ ചിങ്ങം 1. കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ സി കൊല്ലം. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കേട്ടോ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രത്യേകം ഓർത്ത് വെച്ചോണം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആര്? ഓപ്ഷൻ ബി KM ബീനാമോൾ. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരമാരാണ്? KM ബീനാമോൾ. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളിയാണ് ഈ KM ബീനാമോൾ. കേട്ടോ, ഓർത്തു വെച്ചോണം, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി കായിക താരമാണ് KM ബീനാമോൾ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കായിക താരമാണ് KM ബീനാമോൾ. ചുവടെ തന്നിട്ടുള്ളത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരമാരാണ്? KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി തൃശ്ശൂർ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ ബി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് 1940-ലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് 1940-ലാണ്. ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായിരിക്കുന്നത്. കേട്ടോ, ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മുതിരപ്പുഴയിലാണ്. കേട്ടോ, ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴയിലാണ്. ഏത് നദിയിലാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ മുതിരപ്പുഴയാണ്. മുതിരപ്പുഴ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 1940 ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലാണ് സ്ഥാപിതമായത്. അതായത് മുതിരപ്പുഴ നദിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ. ഓക്കെ.
കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ സി 4. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. ഓർത്തു വെക്കുക, കേരളത്തിൽ നിലവിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ ഡി തൃശ്ശൂർ. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? തൃശ്ശൂർ. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? ഓപ്ഷൻ ബി പ്രൊഫസർ KV തോമസ്. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാണ്? പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവും കീഴരിയൂർ ബോംബ് കേസും ഒക്കെ നടന്നിരിക്കുന്ന വർഷം 1942 ഓർത്തു വെച്ചോണം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. അതുപോലെ കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷവും 1942. 1921 മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് വാഗൺ ട്രാജഡി കേട്ടോ. മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് വാഗൺ ട്രാജഡി. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. വാഗൺ ട്രാജഡി നടന്നിരിക്കുന്നത് 1921 കേട്ടോ. മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വാഗൺ ട്രാജഡി നടന്നത്. വാഗൺ ട്രാജഡി നടന്നിരിക്കുന്നത് 1921. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? ഓപ്ഷൻ ഡി 1949. തിരുവിതാംകൂർ തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949. 1949 ജൂലൈ 1 കേട്ടോ. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത്. 49 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത്, അതായത് തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു സി ശങ്കരൻ നായർ. ഓർത്തു വെക്കുക, 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു സർ സി ശങ്കരൻ നായർ. അമരാവതി. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി സി ശങ്കരൻ നായർ. ഏത് സമ്മേളനത്തിലാണ്? 1897 അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം 1917. അതും കൂടി ഓർത്തു വയ്ക്കുക. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം 1917. അതുപോലെ വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ഓർത്തു വയ്ക്കുക, വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പിസ്വാമി രചിച്ച പ്രധാന ഗ്രന്ഥം ഏതാണ്? പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്?
ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഓർത്തുവയ്ക്കുക, 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1936 നവംബർ 12. അപ്പോൾ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചതാരാണ്? കുമാരഗുരുദേവൻ, അതായത് പൊയ്കയിൽ യോഹന്നാൻ കേട്ടോ. കുമാരഗുരുദേവന്റെ വേറൊരു പേരാണ് പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചിരിക്കുന്നത് 1909 കേട്ടോ. 1909 പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചതാരാണ്? കുമാരഗുരുദേവൻ. 1909. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി നാടകം. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? കോഴഞ്ചേരി പ്രസംഗം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് 1935 സി കേശവൻ നടത്തിയ പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം. ഓർത്തു വെച്ചോണം, കോഴഞ്ചേരി പ്രസംഗം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് 1935 സി കേശവൻ നടത്തിയതാണ് കേട്ടോ. കോഴഞ്ചേരി പ്രസംഗം എന്നാണ് നടന്നിരിക്കുന്നത്? 1935. എന്തിന്റെ ഭാഗമായിട്ടാണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് സി കേശവൻ 1935 നടത്തിയ പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 24. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? 24, അതായത് 12 ജോഡിയെ. 12 ജോഡി. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? 24, 12 ജോഡി. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ സി കരള്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം കരള്. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം. രക്തം കട്ട പിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? രക്തം കട്ട പിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി പ്ലാസ്മയിൽ കാണപ്പെടുന്നു. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് ചുവന്ന രക്താണുക്കളിലാണ്, അതായത് RBCയിലാണ് കേട്ടോ. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് എവിടെയാണ്? RBCയിൽ, അതായത് ചുവന്ന രക്താണുവിലാണ്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു. പ്ലാസ്മയിലല്ല കാണപ്പെടുന്നത്, RBCയിൽ, അതായത് ചുവന്ന രക്താണുവിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ് രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു, മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു, ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ്
രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. അതായത് ചുവന്ന രക്താണു എന്ന് വെച്ചാൽ RBC ആണേ. ഓക്കെ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 1 and 4. ശരിയായ പ്രസ്താവനകൾ: വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ: വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? ഓപ്ഷൻ ഡി അനാമിക. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? അനാമിക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം? ഓപ്ഷൻ എ വാഹനങ്ങളിൽ നിന്നുള്ള പുക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം ഏതാണ്? വാഹനങ്ങളിൽ നിന്നും ഉള്ള പുക. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ബാക്ടീരിയ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നത് എന്താണ്? ബാക്ടീരിയകളാണ്. അതായത് ബാക്ടീരിയ, ഫംഗസ് ഒക്കെ വിഘാടകരാണ് കേട്ടോ. ബാക്ടീരിയ, ഫംഗസ് ഒക്കെ വിഘാടകരാണ്. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഓപ്ഷൻ സി ഇന്ത്യ. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഐസോടോപ്പുകൾ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ ഡി മോസ്ലി. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ്? ഓപ്ഷൻ സി ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ആയി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏത്? ഓപ്ഷൻ ബി ഹേമറ്റൈറ്റ്. അയൺ എന്ന് വെച്ചാൽ ഇരുമ്പാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ, അതായത് ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. കലാമിൻ സിങ്കിന്റെ അയിരാണ്. കുപ്രൈറ്റ് കോപ്പറിന്റെ അയിരാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. കലാമിൻ സിങ്കിന്റെ അയിരാണ്. കുപ്രൈറ്റ് കോപ്പറിന്റെ അയിരാണ്. ഓക്കെ, അപ്പം അയണിന്റെ, അതായത് ഇരുമ്പിന്റെ അയിര് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഹേമറ്റൈറ്റ്. ഓക്കെ, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഓപ്ഷൻ എ നൈലോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ഓപ്ഷൻ ബി 60 ഡിഗ്രി. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? 60 ഡിഗ്രി. അതായത് പതനകോണും പ്രതിപതന കോണും എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. പതനകോണും പ്രതിപതന കോണും എപ്പോഴും സെയിം ആയിരിക്കും. ഇത് മുമ്പ് 10th ഫിലിംസിൻ്റെ തന്നെ പ്രീവിയസ് ഇയറിൽ ഇത് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. ഓക്കെ, അപ്പോൾ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ 60 ഡിഗ്രി ആയിരിക്കും. ഇനി പതനകോൺ 30 ഡിഗ്രി ആണെങ്കിലോ പ്രതിപതന കോൺ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. എനിക്ക് തോന്നുന്നു അന്നേരം പഠിച്ചത് 30 ഡിഗ്രി വെച്ചിട്ടാണെന്ന് തോന്നുന്നു. പതനകോൺ തന്നെയായിരിക്കും പ്രതിപതന കോൺ. അതായത് പ്രകാശത്തിന്റെ പ്രതിപതന നിയമപ്രകാരം പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. ഓർത്തു വെക്കുക, പ്രകാശത്തിന്റെ പ്രതിപതന നിയമപ്രകാരം പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. പതനകോൺ എത്ര ഡിഗ്രിയാണോ അത്രയും തന്നെ ഡിഗ്രി ആയിരിക്കും പ്രതിപതന കോൺ. ഓക്കെ, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം? ഓപ്ഷൻ എ പ്രതലബലം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതലബലം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ ഡി ഖരവസ്തുക്കളിൽ. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ഖരവസ്തുക്കളിൽ.
ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണുള്ളത്? ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസിൽ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം. ഓപ്ഷൻ ബി ഇരട്ടിയാകുന്നു. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSC ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ റീസെൻ്റ്ലി നടക്കുന്ന എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും മാർക്ക് ചെയ്ത PDF-കൾ, പ്രധാനപ്പെട്ട നോട്ട്സുകളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.